മറ്റു നടന്മാർക്കൊന്നും ക്യാരവാൻ ഉണ്ടായിരുന്നില്ല, സുട്ടുവിന് മാത്രമായിരുന്നു ഒരു ക്യാരവാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനെ പറ്റി ഒന്ന് എലാബറേറ്റ് ചെയ്യോ? സുട്ടുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ നല്ലൊരു AC, ഒരു ക്യാരവാൻ മോഡല്, ക്യാരവാൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു AC വാഹനം ഉണ്ടായിരുന്നതിന്. സുട്ടുവിന് സഞ്ചരിക്കാനും സുട്ടുവിന് ഷൂട്ട് കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്യാനും അത് പ്രൊഡക്ഷനിൽ നിന്ന് എനിക്കത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട എല്ലാ പരിഗണനയും അവന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു നായകൻ സിനിമയിലോട്ട് വരുമ്പോഴത്തേനും അവന് വേണ്ട എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതെല്ലാം പ്രൊഡക്ഷനിൽ നിന്നും രാജേഷ് ചേട്ടന്റെ ടീമും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 മണിക്കൂർ ഷൂട്ട് ചെയ്താൽ 4 മണിക്കൂർ റെസ്റ്റ് വേണം അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പിന്നെ ഇവന്റെ മൈൻഡിനനുസരിച്ച് മാത്രമേ അവനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അതായത് അവനിപ്പോ അഭിനയിച്ച് തോന്നി അവന്റെ രീതിക്കനുസരിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവനെ നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി പല സീനുകളും അവന്റെ ടൈമിനനുസരിച്ച് ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് അവന്റെ ഇപ്പൊ ഒരു ഷോട്ട് പറഞ്ഞു, ആ സമയത്ത് അവന്റെ മൂഡ് ശരിയല്ല, അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്യാമറമാൻ അടക്കം വരെ അവിടെ റെസ്റ്റ് എടുക്കും. എന്നിട്ട് അതിനനുസരിച്ച് അതിന്റെ മൂഡ് ഓക്കെ ആയി കഴിയുമ്പോ എല്ലാരും തിരിച്ച്. അതെങ്ങനെ ഇപ്പൊ പലപ്പോഴും ഇങ്ങനത്തെ ഡോഗ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിനിമകളിലൊക്കെ പറയുന്നത് കേട്ടിട്ട് ഡോഗിന്റെ മൂഡ് എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കുക? ഷൂട്ടിന് റെഡി ആകുന്ന ഡോഗ് എങ്ങനെയാ നിങ്ങൾക്ക് സിഗ്നൽ വരും? ഷൂട്ടിന് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഡോഗ് കുറച്ച് കഴിയുമ്പോൾ ടയേർഡായി കഴിയുമ്പോഴത്തേക്ക് അവന്മാർ മൊത്തത്തിൽ അലമ്പായിരിക്കും. അപ്പോൾ അത് കുറച്ച് നേരം AC-ലൊക്കെ ഇട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോഴത്തേനും അവന്മാർ ഓട്ടോമാറ്റിക്കലി കൂളായി കഴിയുമ്പോൾ അവന്മാർ വീണ്ടും റെഡിയായി വരും.